അവിടെ ഒരു ചെറിയ കൊച്ചു വീടുണ്ടാക്കാൻ പോലും മണ്ണിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസിനോ റവന്യൂ അധികാരികൾക്കോ അപ്പോൾ വേണമെങ്കിൽ അവരെ തടസ്സപ്പെടുത്താനും പിടിക്കാനും ശിക്ഷിക്കാനും അതിനുവേണ്ടി കൊണ്ടുവരുന്ന വണ്ടി കസ്റ്റഡിയിലെടുക്കാനും അത് പിഴയിടിക്കാനും ഒക്കെയുള്ള അധികാരം ഇപ്പോഴും ഉണ്ട്. അത് പല സ്ഥലത്തും നിർവഹിക്കുന്നുമുണ്ട്. അത് പല സ്ഥലത്തും നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കൊച്ചു വീടുകൾ വെക്കുന്ന പാവപ്പെട്ടവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യത്തിലുള്ള ചെറിയ ഇളവുകൾ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ ഇവിടെ ആരെയെങ്കിലും സഹായിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ സാധാരണ ചുമ്മാ ഇങ്ങനെ പറയുന്ന ആളുകൾ ഇങ്ങനെ പറയും. അതവിടെ മുതലാളിമാരെ സഹായിക്കാനാണ്, ഫ്ലാറ്റുകാരെ സഹായിക്കാനാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നതൊക്കെ മുതലാളിമാരാണോ? സ്വന്തമായി ഭൂമിയില്ലാത്തവരാ ഫ്ലാറ്റിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും. അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ വേറെ നഗരത്തിൽ വേറെ ഭൂമിയില്ലെങ്കിൽ ആ ഭൂമിയിലെ ആളുകൾ വീട് പണിയേ ഉള്ളൂ. ഇല്ലാത്ത ആളുകൾ ഫ്ലാറ്റിൽ താമസിക്കും. ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ സാധാരണക്കാരും ചിലപ്പോൾ സമ്പന്നരായിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും വിദേശ മലയാളികളൊക്കെ ചിലപ്പോൾ ഫ്ലാറ്റ് വാങ്ങി അവർ നിശ്ചയമാക്കി ഇട്ടിട്ട് പോകുന്നുണ്ടാകും. അല്ലാതെ എത്രയോ ആളുകൾ സാധാരണക്കാർ ഫ്ലാറ്റിൽ താമസിക്കുന്നു. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇവിടെ നിർമ്മാണ മേഖലയിൽ ഒരു സ്തംഭനമുണ്ട്. മണലെടുക്കുന്നതിനുള്ള നിയന്ത്രണമുണ്ട്, ക്വാറികൾക്ക് പ്രവർത്തിക്കുന്നതിന് നിയന്ത്രണമുണ്ടായിരുന്നു. അത് അടുത്ത കാലത്താണ് സർക്കാർ നീക്കിക്കൊടുത്തത്. അത്തരത്തിൽ നിർമ്മാണ മേഖലയിൽ ഒരു സ്തംഭനമുണ്ട് എന്നത് അംഗീകരിക്കപ്പെടേണ്ട വസ്തുതയാണ്. അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഈ സ്തംഭനം ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ശ്രീരാമകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനുള്ള ബദൽ മാർഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പോലും സർക്കാരും മറ്റു രാഷ്ട്രീയ സംവിധാനങ്ങളും ഒക്കെ പിന്നാക്കം പോകുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. ഒന്ന്, ഇപ്പോൾ നേരത്തെ ഞാൻ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞു പാവപ്പെട്ടവർക്കാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഇതുവരെ സർക്കാരുകൾ കൊടുത്ത, ഞാൻ LDF UDF തർക്കത്തിലേക്കൊന്നും ഞാനില്ല. ഇളവുകൾ ഏതാളുകൾക്കാണ് ഇളവ് കൊടുത്തിട്ടുള്ളത്? ആരാണ് കയ്യേറി വീട് വെച്ചിട്ടുള്ളത്? ആരാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്? ഇപ്പോൾ വീടിൻ്റെ കാര്യം പറഞ്ഞു, പാവപ്പെട്ടവർ 11 ലക്ഷം വീടുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. 3.5 ലക്ഷം ആളുകൾക്ക് വീടില്ല എന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. 3.5 ലക്ഷം കുടുംബത്തിന് വീടില്ല, 11 ലക്ഷം വീടുകൾക്ക് കുടുംബവുമില്ല. എന്ന് പറഞ്ഞാൽ വൻതോതിൽ കേരളത്തിലെ വിഭവങ്ങൾ അനാവശ്യമായി ആരൊക്കെയോ വാങ്ങിക്കൂട്ടി എവിടെയോ ഉപയോഗിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഫ്ലാറ്റിൽ താമസിക്കുന്നതൊക്കെ സമ്പന്നരാണ്. അല്ല, പക്ഷേ ഫ്ലാറ്റ് പണിയുന്നതിൽ, ഫ്ലാറ്റ് കച്ചവടം നടത്തുന്നതൊക്കെ സമ്പന്നർ തന്നെയാണ്. ഒരു പാവപ്പെട്ടവന് ഒരു ഫ്ലാറ്റ് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റില്ല. ഫ്ലാറ്റ് കമ്പനികൾ അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്ലാറ്റ് താമസിക്കുന്നവരൊക്കെ അതിൻ്റെ അവസാനത്താളാണ്. ഫ്ലാറ്റ് കമ്പനികൾക്ക് വൻതോതിൽ അഴിമതി. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ എത്ര നിയമലംഘിച്ച ഫ്ലാറ്റുകളുണ്ട് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുകയാണ്. അത് CR സെറ്റ് വയലേഷൻ ആവാം, അല്ലെങ്കിൽ നെൽവയൽ നിർത്തറ വയലേഷൻ ആവാം. ഇതൊന്നും ഈ ജോസഫ് വാഴക്കൻ പറഞ്ഞ പ്രൈം മിനിസ്റ്റർ യോജനയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും EMS ഭവന നിർമ്മാണ പദ്ധതിയിലോ വീട് വെക്കേണ്ട ആളുകളുടെ ഒന്നുമല്ല. ഇതൊക്കെ അതിസമ്പന്നരായ ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഇളവുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ എങ്ങനെയാണ് ഈ മേഖലയെ സംരക്ഷിക്കുക? ബദലുകൾ തീർച്ചയായും ആവശ്യമാണ്. മാത്രമല്ല ഇതിൻ്റെ ഉപയോഗത്തിൽ കർശനമായ നിയന്ത്രണം വേണം. ഒരു വീടുള്ള ആൾ എത്ര വീട് വെക്കണം, ആ വീടിൻ്റെ അളവ് എത്രയായിരിക്കണം? മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും അങ്ങനെ നിയന്ത്രണങ്ങളുണ്ട്. ഇവിടെ ഒരാൾക്ക് 2 വീട് വയ്ക്കാമോ? തീർച്ചയായും ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യം, കാരണം അതിനുള്ള ഭൂമിയില്ല. ഇപ്പോൾ എനിക്ക് കാശുണ്ടെങ്കിൽ എനിക്ക് ഈ രാജ്യത്തെ എല്ലാ മണലും വാങ്ങാം, ഈ രാജ്യത്തെ എല്ലാ വെള്ളവും വാങ്ങാം, ഈ രാജ്യത്തെ എല്ലാ കരികല്ലും വാങ്ങാം, കല്ലും വാങ്ങാം, മണ്ണും വാങ്ങാം എന്നൊരു നിയമമില്ലല്ലോ. അതിന് പരിധി വേണം. ഭൂപരിധി നിയമിച്ച നാടായത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മണ്ണിനും വെള്ളത്തിനും എല്ലാത്തിനും പരിധി വെക്കണം. അങ്ങനെ വച്ചില്ലെങ്കിൽ എനിക്ക് പണമുണ്ട്, ഞാൻ വലിയൊരു കെട്ടിടം പണിയും, അതിനുവേണ്ടി എനിക്ക് എല്ലാ നിയമങ്ങളും മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. ഒരു സംശയവും വേണ്ട, ഒരു പാവപ്പെട്ടവനും വേണ്ടി അല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നമുക്ക് അനുഭവം നമ്മുടെ മുമ്പിൽ പാവപ്പെട്ടവന് വേണ്ടി ചെയ്തിട്ടുള്ളതല്ല. ശ്രീരാമകൃഷ്ണൻ, ഇവിടെ ഭൂമി സംബന്ധിച്ച്, മണ്ണ് സംബന്ധിച്ച്, കല്ല് സംബന്ധിച്ചൊക്കെ അതിൻ്റെ വിനിയോഗം സംബന്ധിച്ച് ശ്രീ CR നീലകണ്ഠൻ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള വീടുകളുടെ കണക്ക്, ഭവനരഹിതരായ ആളുകളുടെ കണക്ക്, ഇതേക്കുറിച്ചൊക്കെ സമഗ്രമായ ആലോചന, സമഗ്രമായ ചിന്ത ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്നിടത്തു നിന്നല്ലേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അതിലേക്ക് രാഷ്ട്രീയ സംവിധാനങ്ങൾ, സർക്കാരുകൾ ഒന്നും പോകുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? അദ്ദേഹം പറഞ്ഞ കണക്കുകളിൽ ശരിയുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ കൂടി മനസ്സിലാക്കിയിട്ട് വേണം അത് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക ചലനങ്ങളെ ഇന്ന് നിയന്ത്രിക്കുന്നത് ആരാണ് കേരളത്തിലെ സാമ്പത്തിക സ്രോതസ്സ്? നമ്മളിവിടെ വല്ലതും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? നമ്മൾക്ക് വല്ലതും സമ്പത്ത് ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ വലിയ നേട്ടം വല്ലതുണ്ടോ? അതേസമയം നമ്മൾ ജീവിത നിലവാരത്തിൽ വളരെ മുന്നിലാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം? കേരളത്തിലെ പ്രവാസി സമൂഹമാണ്.
ഇപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് ലേറ്റസ്റ്റ് വന്നൊരു കണക്ക് 81% വീടുകളിലും പ്രവാസികളുണ്ട്. ഈ പ്രവാസികളിൽ പലരും കുടുംബസമേതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണ്. അവരെല്ലാം അവരുടെ ജന്മനാടുകളിൽ ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നു. ആ വീടുകളിൽ ഒരു പക്ഷേ അവർ സ്ഥിരമായി താമസിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ തിരിച്ചു വരും. അപ്പോൾ അവർ വെച്ച വീടുകളെല്ലാം അനാവശ്യമാണ് എന്ന് നമ്മൾ വിലയിരുത്തി പോകുന്നത് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ തൊഴിലാളികളായിട്ടുള്ള ഇവിടുന്ന് വിദ്യാഭ്യാസം നേടി വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകളോട് പറയുന്ന ഒരു നീതികേടായിരിക്കും. അങ്ങനെ നമ്മൾ നിലപാടെടുക്കുന്നത് ശരിയല്ല. എന്നാൽ അതേസമയം പരിധി വിട്ട പ്രകൃതി ചൂഷണം എന്ന് പറയുന്നൊരു പ്രശ്നമാണ്. അതിനെ സംബന്ധിച്ചൊന്നും ഒരു ചർച്ച നടത്താനുള്ള ആരോഗ്യം പോലും നമുക്ക് കഴിയുന്നില്ല. അതേസമയം ആരോഗ്യമില്ലാത്ത ഈ സമൂഹം തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ അത് കേവലം ഒരു രാഷ്ട്രീയ തർക്കത്തിന് വേണ്ടിയല്ല നേരത്തെ ഉന്നയിച്ചത്. ഇപ്പോൾ ഫ്ലാറ്റുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ ഗവൺമെൻറ് ശ്രീ ജോസഫ് വാഴക്കൻ വളരെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഈ ഗവൺമെൻറ് വന്നിട്ട് കഴിഞ്ഞ ഇപ്പോൾ ഡാറ്റാ ബാങ്ക് 95-96% തയ്യാറാക്കിയിരിക്കുന്നുണ്ടല്ലോ. അത് പരിശോധിച്ച് ആവശ്യമായ പെശകുകൾ തിരുത്തി പ്രസിദ്ധീകരിക്കുന്നതിൽ എന്തായിരുന്നു ഈ ഗവൺമെൻറ്റിന് ഈ 3.5 വർഷക്കാലം തടസ്സം? നെൽവയൽ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ചർച്ച നടത്തിയ സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അത് തൊടുന്നില്ലല്ലോ, അത് അട്ടത്ത് വെച്ചിരിക്കുകയാണല്ലോ. അതായത് എനിക്ക് ഉറപ്പാണ് ഈ 5 വർഷം തൊടാൻ പോകുന്നില്ല. അത് തൊടാതിരിക്കുന്ന അനോമലി ഉണ്ടത് എലിയെ പേടിച്ചിട്ട് ഇല്ലം ചൂടാറുണ്ടോ? അനോമലി ഉണ്ട്, പരാതികളുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ളതാണോ? പരാതി പരിഹരിക്കാനേ പറ്റില്ലേ? ഒരു കാലത്തും പരിഹരിക്കാൻ പറ്റാത്ത പരാതികളാണോ? ആ പരാതികൾ പരിഹരിച്ചത് പ്രസിദ്ധീകരിക്കണ്ടേ? അത് പ്രസിദ്ധീകരിക്കാത്തതിൻ്റെ പുറകിലെന്താ സംഭവിക്കുന്നത്? ഏത് ഭൂമിയും മണ്ണിട്ട് തകർത്തുന്നു. ഇട്ട മണ്ണ് നിങ്ങൾ ഇന്നിട്ടതാണോ 3 വർഷം മുമ്പിട്ടതാണോ 4 വർഷം മുമ്പിട്ടതാണോ എന്ന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അതെല്ലാം റെഗുലറൈസ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. കോടതിയിൽ പോയാൽ കോടതി അതിന് നിങ്ങൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യണമെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിടങ്ങൾ ഉയരുന്നു. കെട്ടിടങ്ങൾ ഉയർന്നാൽ പഞ്ചായത്തുകൾ ടെമ്പററി നമ്പർ കൊടുക്കുന്നു, മുനിസിപ്പാലിറ്റികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കുന്നു. അത് റെഗുലറൈസ് ചെയ്യാൻ ഗവൺമെൻറ് പണം വാങ്ങി റെഗുലറൈസ് ചെയ്യുന്നു. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് കേരളത്തിൻ്റെ സമ്പന്നമായ ജലസമൃദ്ധിയെ തകർക്കുന്ന ഒരു നീക്കമാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത്? അതേസമയം തനിക്ക് ഒരു 3-4 സെൻറ്റ് വീട്ടിലൊരു വീട് വെക്കണമെന്ന് കഴിയുന്ന പാവപ്പെട്ടവന് അതിന് സാധ്യത ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇതാണ് സമ്പന്നരെയാണ് സഹായിക്കുന്നത് പറയുന്നത്. ഇത് കൃത്യമായിട്ടൊരു കണക്ക് പ്രസിദ്ധീകരിക്കാൻ ഇപ്പോൾ UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യം ആണല്ലോ ജോസഫ് വാഴക്കൻ പറയേണ്ടത്. ഈ കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ ഇങ്ങനെ സംഭവിച്ചതിൻ്റെ വിശദാംശങ്ങൾ എത്ര മണ്ണിട്ട് നികത്തി, എത്ര അനധികൃത കെട്ടിടങ്ങൾക്ക് റെഗുലറൈസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായാൽ അത് ഞെട്ടിപ്പിക്കുന്നതായിരിക്കും. അതാണ് എക്കണോമിക് റിവ്യൂവിൽ ഞാൻ പറഞ്ഞത്. ശ്രീ ജോസഫ് വാഴക്കൻ, അവസാനമായി ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയരുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച നയം പോലും വികസന പദ്ധതികൾ ഉണ്ടാവുന്നു, അതിനോട് ചേർന്ന ഭൂമി ഏറ്റെടുക്കുന്നു, സാധാരണക്കാരന് വീട് വയ്ക്കാൻ ഉതകുന്ന വിധത്തിൽ മണ്ണ് ഉപയോഗിക്കാനുള്ള നിയന്ത്രണത്തിൽ ഇളവനുവദിക്കുന്നു, ക്വാറികൾക്ക് കൂടുതൽ ക്വാറികൾ അനുവദിക്കണം എന്ന നിർദ്ദേശം പരിഗണിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതൊക്കെ പെട്ടെന്ന് അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില പരിഹാരങ്ങൾ മാത്രമാണ്. അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് സർക്കാർ പോകുന്നില്ല, രാഷ്ട്രീയ സംവിധാനങ്ങൾ പോകുന്നില്ല. ആ വിമർശം ഒരുപക്ഷെ CR നീലകണ്ഠൻ ഉന്നയിച്ചത് അതിനോട് താങ്കളും യോജിക്കും? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല, എല്ലാവരും എൻ്റെ പാർട്ടി ഉൾപ്പെടെ എല്ലാവരും പറയുന്നതാണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ, നമ്മുടെ വീടുകളുടെ നിർമ്മാണം, അതിനൊക്കെ ഒരു ബദൽ സംവിധാനം നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും. ലോകത്തെ മിക്ക രാജ്യങ്ങളിലും ഇതുപോലെ കല്ലും മണ്ണും കോൺക്രീറ്റും ഉപയോഗിച്ചൊന്നും അല്ല എല്ലായിടത്തും വീടുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാലോ എന്തോ നമ്മൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ളൊരു സിസ്റ്റം. അതിനൊരു മാറ്റം ഉണ്ടായേ മതിയാവൂ. ഈവൻ ഇപ്പോൾ മൂന്നാറിൽ പോലും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചില വീടുകളല്ല, ചില കെട്ടിടങ്ങളും ആൾ വരുന്നവർക്ക് ടൂറിസ്റ്റുകൾക്കൊരു വാസസ്ഥലം ഉണ്ടാക്കിയത് കൊണ്ട് ഒരു അപകടമുള്ള കാര്യമല്ല. പക്ഷേ അവിടെയൊക്കെ പരമ്പരാഗതമായ ശൈലിയിലുള്ള കോൺക്രീറ്റ് സൗധങ്ങൾ പണിയുമ്പോഴാണ് അവിടെയൊക്കെ അതൊക്കെ പരിസ്ഥിതിയുടെ അതിൻ്റെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. നമുക്കിത്രയധികം ഈ പ്രകൃതി ചൂഷണവും ആവശ്യമായി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ 3.5 കൊല്ലത്തിനിടയ്ക്കാണ് ഇതെല്ലാം സംഭവിച്ചുവെന്ന്. കേരളത്തിൽ തന്നെ ഇപ്പോൾ പ്രമാദമായിട്ടുള്ള എറണാകുളം DLFൻ്റെ കാര്യം, അതുപോലെ തന്നെ നമ്മുടെ ആറന്മുള വിമാനത്താവളത്തിൻ്റെ കാര്യം, പാറ്റൂരിലെ ഫ്ലാറ്റ് നിർമ്മാണം, ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്ത അനുമതിയാണ്. അതിനല്ലാതെ ഇതല്ല ഈ മണ്ണിട്ട് ആറന്മുള മണ്ണിട്ട് നികത്തുന്നത് മുഴുവൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു കൊട്ട മണ്ണ് പോലും ഇപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പരസ്പരം പഴിചാരിയത് കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട സങ്കീർണമായ ഒരു പ്രശ്നം തന്നെയാണ്.
ഇവിടെ ഒരു തലചായ്ക്കാൻ ഇടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവൻ്റെ പെരത്തറയിൽ മണ്ണിടാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്ന മുതൽ ഞാൻ ദിവസേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്കറിയാം ഇത്തരം ചില ഇളവുകൾ അത് പാവപ്പെട്ടവന് തന്നെയായിരിക്കും ഗുണമുണ്ടാകുന്നത്. പണമുള്ളവൻ, നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നു, പണമുള്ളവൻ പല രീതിയിലും അവന് ഏത് കാര്യങ്ങളുണ്ടെങ്കിൽ അവനിതൊക്കെ ചെയ്തിരിക്കും, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഒരുപക്ഷെ നമുക്കൊരു വലിയ ജനകീയമായ ഒരു മുന്നേറ്റം തന്നെ വേണ്ടി വന്നെന്നിരിക്കാം. പിന്നെ ഫ്ലാറ്റ് നിർമ്മിക്കുന്ന ആളുകളൊക്കെ അവർക്ക് ഓൺട്രപ്രനേഴ്സാണ്, എല്ലാവരും വലിയ പണക്കാരൊന്നും, അതൊക്കെ പല രീതിയിലും പല സർക്കസുകളൊക്കെ നടത്തിയാണ് ഇതൊക്കെ ഇവരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും മാഫിയാണ്, എല്ലാവരും മോശക്കാരാണ് എന്നുള്ള നിലയിലേക്ക് നമുക്ക് പറയാനുമാവില്ല. അപ്പോൾ ജോലി ചെയ്യുന്നവരെല്ലാം മാഫിയയുടെ ആളുകളാണ് എന്നുള്ള രീതിയിലുള്ളൊരു കമൻറ്റും അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത ഒരാളാണ്. എന്തായാലും ഇന്ന് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് വളരെ ദീർഘവീക്ഷണത്തോടെ ഉള്ള ചില തീരുമാനങ്ങളാണ്. അത് കേരളം ഇരുകൈയും നീട്ടിയത് സ്വീകരിക്കും. കാരണം ഒട്ടനവധി ആളുകൾ ഇപ്പോൾ പാറമടകൾ നമുക്ക് വേണ്ട എന്ന് നിങ്ങൾ എല്ലാവരും പറയും പാറമടകൾ അത് വലിയ പ്രശ്നമാണ്. ശരിയാണ്, സംശയമൊന്നുമില്ല, പാറമടകൾ ഒരുപാടുള്ള ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത്. പക്ഷേ കേരളത്തിലേക്ക് ആവശ്യമായ കൺസ്ട്രക്ഷന്, റോഡ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റലുകൾ മുഴുവൻ ഇവിടെ നിന്ന് പോകുന്നത്. അതില്ലാതെ എന്ത് ചെയ്യും? അതിനുള്ള പണിയും കൂടെ നമ്മൾ കണ്ടെത്തണം. അതിനുള്ളൊരു ബദൽ മാർഗം നിർദ്ദേശിക്കാതെ ഒന്നും സഡനായി നിർത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വളരെയധികം നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ, CR നീലകണ്ഠൻ, ശ്രീരാമകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത്. പ്രധാന വാർത്തയിലേക്ക് വീണ്ടും. വികസന പദ്ധതികൾക്ക് സ്ഥലമേറ്റെടുക്കുമ്പോൾ സമീപ പ്രദേശത്ത് ഭൂമി കൂടി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനം. അധികമായി ഏറ്റെടുക്കുന്ന ഭൂമി ലാൻഡ് ബാങ്കിലേക്ക് മാറ്റും. ജില്ലാ കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. മണ്ണെടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കുമെന്നും മന്ത്രി അടൂർ പ്രകാശ്. ബൂർഷ്വാ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയതിൽ വീഴ്ച പറ്റിയെന്ന് CPM. ഐക്യമുന്നണി സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ പാളിച്ച പറ്റിയെന്നും PB-യുടെ വിലയിരുത്തൽ. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനാണ് RSS ലവ് ജിഹാദ് വിഷയമുയർത്തുന്നതെന്ന് സീതാറാം യെച്ചൂരി. പെട്രോൾ വില ലിറ്ററിന് ₹1 കുറച്ചു. പുതിയ വില ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. തെരഞ്ഞെടുപ്പിന് ശേഷം ഡീസൽ വിലയും കുറയുമെന്ന് സൂചന. മഹാരാഷ്ട്രയും ഹരിയാനയും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് മഹാരാഷ്ട്രയിൽ 288-ഉം ഹരിയാനയിൽ 90-ഉം സീറ്റുകളിലേക്ക്. വോട്ടെണ്ണൽ 19-ന്. ഫലം BJPക്കും കോൺഗ്രസിനും നിർണായകം. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.